തുടരുക. ഇപ്പോൾ ബി.ജെ.പി നേതാവ് ഷോൺ ജോർജ് നമുക്ക് പഞ്ചിരുന്നു. ഷോൺ ജോർജ്, വെൽഫെയർ പാർട്ടി സഖ്യത്തിലേക്ക് UDF കടക്കുന്നു. വലിയ തരത്തിലുള്ള വിമർശനം അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതാണ്, അത് ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. ഇപ്പോൾ PDPയുമായി ഇടത് മുന്നണിയുടെ സഖ്യം, ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ PDPയുടെ ജില്ലാ പ്രസിഡന്റൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോട്ടയത്ത് തന്നെ കടക്കുമ്പോൾ ഇടതും വലതും ഒരുപോലെ വർഗീയ പാർട്ടികളെ കൂട്ടുപിടിക്കുന്നു എന്നുള്ള ആരോപണമായിരിക്കുമോ പ്രചാരണത്തിൽ ബി.ജെ.പി വീണ്ടും ആവർത്തിക്കുക? അല്ല, ഇത് ബി.ജെ.പിയുടെ പ്രശ്നം, ഇത് ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ മഹാരാജ്യത്ത് ബോംബ് സ്ഫോടന കേസിൽ ജയിലിൽ കിടക്കുന്ന നേതാവിന്റെ പാർട്ടിയായി PDPയും ഒക്കെ കൂടെ കൂട്ടി ഇവർ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് കേരളത്തിലെ കോൺഗ്രസും CPMഉം ജനങ്ങൾക്ക് നൽകുന്നത്? ഇവർ ഈ രാജ്യത്തെ വിഘടനവാദത്തെയും രാജ്യവിരുദ്ധ ശക്തികളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ബി.ജെ.പിയുടെ പ്രശ്നം. ഇവരുടെ വോട്ട് മേടിക്കുന്നൊന്നും ബി.ജെ.പിയുടെ പ്രശ്നമല്ല. ബി.ജെ.പിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ്. യഥാർത്ഥത്തിൽ PDP, ജമാഅത്തെ ഇസ്ലാമി, ഇപ്പൊ നിലമ്പൂരിൽ നമ്മൾ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചു, നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDF സ്വീകരിച്ചപ്പോൾ യാതൊരു മടിയുമില്ലാതെ അവിടെ 10 വോട്ട് പോലും തികച്ചില്ലാത്ത PDPയുടെ പിന്തുണ ഇടതുപക്ഷം സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ കൂടെ തീവ്രവാദി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ തീവ്രവാദിയുണ്ട്. ഈ നിലപാട് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രവണത കേരളത്തിൽ എന്തിനാ ഞങ്ങൾ എതിർക്കുന്നത്? പോട്ടെ, സമസ്ത പറഞ്ഞല്ലോ ജമാഅത്തെ ഇസ്ലാമിയും PDPയും പോലെയുള്ള കക്ഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ്. ഇവർ മുസ്ലിമിനെ തകർക്കുമെന്ന് സമസ്ത പറയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ രാജ്യവിരുദ്ധ ശക്തികളെ തനിക്കോണം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ 4 വോട്ടിന് വേണ്ടി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് കോൺഗ്രസും CPMഉം സ്വീകരിക്കുന്നത്. ഇതിനെ ബി.ജെ.പി രാഷ്ട്രീയ ആയുധമാക്കുമല്ല, ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും ജനങ്ങളുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയും. തെരഞ്ഞെടുപ്പിന്റെ വിഷയം മാത്രമല്ലത്, ഇത് രാജ്യത്തിന്റെ വിഷയമാണ്, രാജ്യ സുരക്ഷയുടെ പ്രശ്നമാണ്. ഇത്തരം ശക്തികളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുവദിക്കാൻ കഴിയില്ല. നിലമ്പൂരിലും ഈ ആരോപണം അല്ലെങ്കിൽ ഈ ഒരു വിഷയം ബി.ജെ.പി ഉയർത്തിപ്പിടിച്ചതാണ്. നിലമ്പൂരിൽ നടന്ന, അതായത് ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് പാറ്റേൺ ആണോ UDFും LDFും സ്വീകരിച്ചത് അത് അവർ ആവർത്തിച്ചു നിൽക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഈ രണ്ട് മുന്നണികൾക്കും ഉണ്ടായതുമില്ല. കപട മതേതരത്വത്തിന്റെ ഒരു നാടാണ് കേരളം. വൺ സൈഡ് മതേതരത്വമാണ് കേരളത്തിൽ നടക്കുന്നത്. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകാതിരിക്കാൻ അവർ അതാത് സമയത്ത് വിവാദങ്ങളിലൂടെയാണ് ഇത്തരം ചർച്ചകളെ മാറ്റിവിടുന്നത്. പരസ്യമായി VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ആരും ചർച്ച ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? PDPയുടെ പിന്തുണ CPM സ്വീകരിച്ചു. കേരളത്തിൽ ഒരു മാധ്യമം ഇത് ചർച്ച ചെയ്തില്ല. കാരണം മാധ്യമങ്ങൾ പോലും ഇവരുടെ പിടിയിലായിരിക്കുന്നു. ഇത്തരം സംഘടനകളുടെ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ തയ്യാറല്ല. ഇത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും തയ്യാറല്ലാത്ത സാഹചര്യമുണ്ട്. ഇത് ഞങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ബോധ്യവും ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിനുള്ള തിരിച്ചടി വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവും, ഒരു സംശയം വേണ്ട. നന്ദി. ബി.ജെ.പി നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചത്. വീണ്ടും ശ്രീജിത്തിലേക്ക്.